വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു മന്തി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സെല്ലാ റൈസ് കുതിർത്ത് വെച്ചിട്ടുണ്ട്, ചിക്കൻ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ വെള്ളം വെച്ച് സാധാരണ നമ്മൾ ചോറ് വെക്കുമ്പോൾ തന്നെ സെല്ലാ റൈസ് ഇട്ടു. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ഇട്ട് നമ്മൾ ചോറ് റെഡിയാക്കാൻ വെച്ചു. മാഗി ക്യൂബാണ് മന്തിയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കുക്കറിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ 2 കുക്കർ എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം, അത് ചെറിയ ജീരകവും ഉണ്ട്, പിന്നെ ബേ ലീഫ്, തക്കോലം, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഏലക്ക, ഉണക്ക നാരങ്ങ, ഇതൊക്കെ ഇട്ട് നന്നായിട്ട് കൈയോട് തന്നെ നല്ല വൃത്തിയായിട്ട് ഞെരടി പിടിപ്പിക്കുക. അതിനുശേഷം കുറച്ച് കുരുമുളക്, മൂവൻ കുരുമുളക്, പിന്നെ കുറച്ച് ഗരം മസാല, അതായത് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ അത് നമ്മുടെ ആവശ്യാനുസരണം കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. മസാലക്ക് അനുസൃതമായിട്ടുള്ള, കാരണം നമ്മൾ സാധാരണ ബിരിയാണി പോലെ കൂടുതൽ മസാലയൊന്നും ആയിട്ട് കഴിക്കുന്നൊരു റൈസല്ല നമ്മുടെ മന്തി റൈസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആവശ്യാനുസരണം ചെയ്യാം. അതിനുശേഷം നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് മസാല പിടിക്കാൻ വരഞ്ഞു കൊടുത്ത് നമ്മൾ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 2 കുക്കറിലായിട്ടാണ് ഞാൻ വെക്കുന്നുള്ളത്. അപ്പോൾ നമ്മുടെ മാരിനേറ്റ് ചെയ്യേണ്ട ചിക്കനൊക്കെ അവിടെ വെച്ചതിന് ശേഷം നമ്മുടെ ചോറൊന്ന് ഊറ്റി വെച്ചു കേട്ടോ. അതിനുശേഷം നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കനൊക്കെ ഒന്ന് കുക്കറിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു. നമ്മളൊരിക്കലും അട്ടി മേലെയായിട്ട് വെക്കാൻ പാടില്ല, ഒരു ലെയർ മാത്രമേ വെക്കാൻ പാടുള്ളൂ. അതിനുശേഷം നല്ലൊരു ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മളെ സ്മോക്കി എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി ഞാനൊരു ചിരട്ട, സത്യം പറഞ്ഞാൽ അടുപ്പിൽ കത്തിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ഗ്യാസ് വെച്ച് വേഗം പെട്ടെന്ന് എളുപ്പപ്പണിയാക്കിയതാണ് കേട്ടോ. ഇത്തിരി ഓയിലും തൂവി കൊടുത്തതിന് ശേഷം നമ്മുടെ ചോറ് സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പകുതി വേവിലാണ് നമ്മൾ ഈ മന്തിയുടെ റൈസ് എടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ കുത്തി നിറച്ച് വെക്കാൻ പാടില്ല ചോറ്. പിന്നെ അതിന് ശേഷം സ്മോക്ക് എഫക്റ്റ് കൊടുത്തു, എണ്ണയൊക്കെ ഒഴിച്ച് നമ്മൾ കുക്കർ ഭദ്രമായി അടച്ച് 2 കുക്കർ ഞാൻ ഗ്യാസിലേക്ക് വെച്ചു. ഒരു വിസിൽ മാത്രമാണ്. അതിനപ്പുറത്തേക്കായാൽ നമ്മുടെ ചിക്കനും ചോറൊക്കെ അടിഞ്ഞു പോവും. അപ്പോൾ ഒറ്റ വിസിൽ വന്നപ്പോൾ തന്നെ നമ്മുടെ മന്തി ഇവിടെ റെഡിയായി. നല്ല പെർഫെക്റ്റ് മന്തി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കുന്നില്ല, നമ്മുടെ വീട്ടിലുള്ള മഞ്ഞൾപ്പൊടി തന്നെയാണ്. അപ്പോൾ നല്ലൊരു സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് നമ്മുടെ പെർഫെക്റ്റ് മന്തി സെർവ് ചെയ്യാവുന്നതാണ്. പക്ഷേ സെർവ് ചെയ്യാനായിട്ടില്ല കേട്ടോ, ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ കേക്കൊക്കെ റെഡിയാക്കി വെച്ചു. സത്യം പറഞ്ഞാൽ വളരെ സർപ്രൈസ്ഡ് ആയിരുന്നു നമ്മുടെ ഏട്ടത്തി. അപ്പൻ്റെയും ഏട്ടത്തിയുടെയും ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ഒന്നും അറിഞ്ഞില്ലായിരുന്നു. കുളിച്ച് ഫ്രഷായിട്ട് വരുമ്പോഴത്തേനും നമ്മൾ ചെറിയൊരു പരിപാടി ആക്കിയതാണ്. അപ്പോൾ ഫാദറും അങ്ങനെ തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ നമ്മുടെ അപ്പൻ്റെ ഒന്നും ലൈഫിൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും അധികം ഉണ്ടായിട്ടില്ല. കാരണം നമ്മൾ വലുതായതിന് ശേഷമാണ് പിന്നെയും ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളത്. അല്ലാതെ അങ്ങനെയുള്ള പരിപാടികളൊന്നും മുമ്പേ ഇല്ല. പിന്നെ ഏട്ടത്തിയമ്മയൊക്കെ വന്നതിന് ശേഷം നമ്മൾ അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഘോഷിക്കാറുണ്ട്. പിന്നെ മുമ്പേ നമ്മളിങ്ങനെ എൻ്റെയും ഏട്ടൻ്റെയൊക്കെ ബർത്ത്ഡേയ്സൊക്കെ ആഘോഷിക്കും, അല്ലാതെ അപ്പൻ്റെ അമ്മേൻ്റെ ഒന്നും അങ്ങനെ നമ്മളും കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഞാനും ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. പിന്നെ എൻ്റെ ഒരു ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഞാൻ തൽക്കാലം ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് വെച്ച് സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ആശ്വസിച്ചു എന്ന് പറയണം. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്തു. നമ്മുടെ സന്തോഷ പ്രകടനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിനിടയിൽ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെയാണോ ആഘോഷങ്ങൾ കാര്യങ്ങളെന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ മന്തി റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെറിയ സമയത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മന്തി റെസിപ്പിയാണ് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചെയ്യണമെന്ന് ഉള്ള വീഡിയോസ് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫും പിന്നെ അതുപോലെ തന്നെ ഹോട്ട് എയ്റ്റിൻ്റെ ഡേയും അങ്ങനെയൊക്കെ കമൻറ്റുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യാൻ. അപ്പോൾ സ്കൂളിലെ തിരക്കും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബിസി ആയിപ്പോയി. അപ്പോൾ എന്തായാലും അടുത്ത് തന്നെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ കൊടുത്ത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക സന്തോഷ പ്രകടനങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. സത്യം പറഞ്ഞാൽ എല്ലാവരും നല്ലൊരു മൂഡിലായിരുന്നു ഇന്നലെ. ഒരുപാട് സന്തോഷമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങളെല്ലാവരും നമ്മുടെയും കാത്ത് മന്തി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ മന്തിയും മയോണൈസും അടിപൊളി. അപ്പോൾ ഇത്രയൊക്കെയല്ലേ ഇന്നത്തെ വീഡിയോ. അടുത്ത പുതിയ വീഡിയോയിലേക്ക് വരുന്നത് വരേക്കും
ബായ്.